Hi dears, it's me Adarsh from MS Solution. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ മക്കളെ, ജോഗ്രഫിയിൽ മൂന്നാം ചാപ്റ്ററിലെ കുറച്ച് ഹാർഡ് ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ലെവൽ 3 ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് കടുപ്പാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വായിച്ചാൽ മാത്രം കിട്ടാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. അവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെറുതെ 1-2 മാർക്കൊന്നല്ല, 5-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ അടിപൊളിയായി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. Compare and specify the difference between the climatic condition of the equatorial region and the tundra region. അല്ലെ, രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ ചാപ്റ്ററിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെയും ടണ്ട്ര കാലാവസ്ഥാ മേഖലയിലും കാലാവസ്ഥാ സാഹചര്യങ്ങൾ താരതമ്യം ചെയ്ത് വ്യത്യാസങ്ങൾ വ്യക്തമാക്കുക. അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, കാലാവസ്ഥാ സാഹചര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ കാലാവസ്ഥാ സാഹചര്യങ്ങൾ നമ്മൾ ആദ്യം ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ എഴുതണം, അതുപോലെ തന്നെ ടണ്ട്ര കാലാവസ്ഥാ മേഖലയും നമ്മൾ വിശദമായിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, എങ്ങനെ എഴുതാൻ നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് സോൺ നമ്മൾ എഴുതി വെക്കണം അല്ലേ. അവിടെ എങ്ങനെയാ അവസ്ഥ, അവിടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് സോണിലെ എക്സ്പീരിയൻസും കോൺസ്റ്റന്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് അബൻഡന്റ് റെയിൻഫാൾ ത്രൂ ഔട്ട് ദ ഇയർ. അവിടെ എങ്ങനെയുള്ളത്, നല്ല ചൂടാണ്, അതേപോലെ തന്നെ എന്തുണ്ട്, നല്ല ഇതിലുള്ള മഴയും കിട്ടാറുണ്ട്. അതും 1-2 മാസമൊക്കെയാണോ, അല്ല, ഒരു വർഷം മുഴുവൻ അങ്ങനെ ലഭിക്കുന്നുണ്ട് അല്ലെ. നല്ല മഴയും നല്ല ചൂടും അവിടെ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ശൈത്യകാലം ഇല്ല എന്ന് മാത്രമല്ല, വിന്റർ സീസൺ ഇല്ല, ദെർ ഈസ് നോ വിന്റർ സീസൺ എന്ന് മാത്രമല്ല, അവിടെ സീസൺസേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കാണാൻ പറ്റില്ല. നമ്മൾ അനുഭവിക്കുന്ന പോലെ വ്യത്യസ്തതരമായുള്ള കാലങ്ങളൊന്നും സീസൺസ് ഒന്നും അവിടെ അനുഭവിക്കാൻ കഴിയില്ല. കാരണം ഒരു വർഷം മൊത്തം നല്ല ചൂടും നല്ല മഴയാണ്. അപ്പൊ അവിടെ എന്തില്ല, അവിടെ സീസൺസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതിനെന്താണ്, ദൈനംദിന താപനില അല്ലെ, എന്താ പറയുക, ഡെയിലി മീൻ ടെമ്പറേച്ചർ ഒക്കെ എന്താണ്, വളരെ താരതമ്യേന കുറവാണ്, അല്ലെങ്കിൽ മീൻസ് ആ വേരിയൻസസ് ഒക്കെ വളരെ കുറവായിട്ടാണ് കാണാൻ പറ്റുക. കാരണം എല്ലാ ദിവസവും ഒരേപോലെ തന്നെ നിലയിലാണ് നമുക്ക് ആ വെതറിംഗ് ഒക്കെ കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നോക്കാം. എന്നാൽ നമ്മൾ ടണ്ട്ര കാലാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ മെയിൻ ക്യാരക്ടറിസ്റ്റിക് നോക്കുകയാണെങ്കിൽ എന്താ, അവിടെ ടെമ്പറേച്ചർ എന്താണ്, വളരെ കുറവാണ്, താപനില വളരെ കുറവാണ്. അതുപോലെ തന്നെ അവിടെ ചെറിയ സമ്മറാണ് കാണുക, വേനൽക്കാലമാണ് കാണുക. അതേപോലെ തന്നെ വലിയ നീളത്തിലുള്ള അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള വിന്റർ സീസണും നമുക്ക് കാണാൻ പറ്റും. ശൈത്യകാലം വളരെ നീളത്തിലുള്ളതായിരിക്കും അല്ലെ, വളരെ ലോങ് ആയിട്ടുള്ളതായിരിക്കും അല്ലെ, അതും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ഏകദേശം താപനിലയൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം -25 to ഏകദേശം -35 ഡിഗ്രി ഒക്കെ മൈനസ് ആണ്. -35 ഡിഗ്രി ഒക്കെയാണ് അവിടുത്തെ ഒരു ടെമ്പറേച്ചർ നമുക്ക് കണക്കാൻ പറ്റുന്നത്. അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അതേപോലെ തന്നെ വേനൽക്കാലാണെന്നേരോ 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണ് അവിടുത്തെ ഒരു ടെമ്പറേച്ചർ വരിക. അതായത് വേനൽക്കാലത്ത് സമ്മർ സീസണിൽ 0 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ചില വീക്കുകളിലൊക്കെ അതിന്റെ കുറച്ച് മുകളിലോട്ട് പോകുന്നല്ലാതെ 0 ഡിഗ്രിയാണ് അതിന്റെ ഒരു ശരാശരി അല്ലെ. ഇപ്പൊ നമ്മൾ ഏകദേശം ആവറേജ് നോക്കുകയാണെങ്കിൽ 0 ഡിഗ്രിയാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഭൂമധ്യരേഖ മേഖലയിൽ സൂര്യൻ വർഷം മുഴുവൻ ലംബമായിട്ട് പതിക്കുമ്പോൾ ടണ്ട്ര മേഖല എങ്ങനെയാ, 6 മാസം രാത്രി 6 മാസം പകലൊക്കെ ആയിട്ടാണ് അനുഭവപ്പെടുന്നത് അല്ലെ. വൈൽ ദ സൺ ഷൈൻ ഡയറക്ട്ലി ത്രൂ ഔട്ട് ദ ഇയർ ഇൻ ദ ഇക്വറ്റോറിയൽ സോൺ, ടണ്ട്ര എക്സ്പീരിയൻസ്ഡ് 6 months ഓഫ് നൈറ്റ് ആൻഡ് 6 months ഓഫ് ഡേ. അവിടെ അങ്ങനെയാണ്. കാരണം അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് ആണ് അല്ലെ, സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കേണ്ട ഒരു കാര്യമാണ്, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഏകദേശം മഴയുടെ അളവ് എത്ര വരുന്നത്, ഏകദേശം 175 സെന്റിമീറ്റർ മുതൽ 250 സെന്റിമീറ്റർ വരെയാണ്. 175 to 250 വരെയാണ് മഴയുടെ ഒരു അളവ് വരുന്നത്. അത് പക്ഷേ ടണ്ട്രയിൽ എന്താണ്, വളരെ കുറവാണ്. അവിടെ മഴയായിട്ടല്ല, അവിടെ മഞ്ഞ് വീഴ്ചയാണ് ഉണ്ടാവാറ്. ഓക്കെ, സ്നോഫാൾ ആയിട്ടാണ് അവിടെ ഉണ്ടാവാറ്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഡിസ്ക്രൈബ് ഹൗ ദ അറൈവൽ ഓഫ് യൂറോപ്യൻസ് അഫക്റ്റഡ് ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ ഇൻ ബോത്ത് ഇക്വറ്റോറിയൽ ആൻഡ് ടണ്ട്ര റീജിയൻ. അവിടെ യൂറോപ്യന്മാരുടെ വരവിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് യൂറോപ്യന്മാരുടെ വരവ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെയും ടണ്ട്ര പ്രദേശത്തിലെയും പരമ്പരാഗത ജീവിത രീതിയെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് എഴുതണം. അപ്പോൾ യൂറോപ്യന്മാർ വന്നതിന് ശേഷം ഇവിടുത്തെ ഈ 2 മേഖലകളിലും അല്ലെ, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയും ടണ്ട്ര കാലാവസ്ഥാ മേഖല എടുത്തു നോക്കിയാൽ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആദ്യം നമ്മൾ ഇക്വറ്റോറിയൽ നോക്കുകയാണെങ്കിൽ ഇരു പ്രദേശങ്ങളിലും നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇക്വറ്റോറിയൽ എന്തുണ്ടായിരുന്നു, പ്ലാന്റേഷൻ ഫാമിംഗ് അവിടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് തോട്ടവിള കൃഷി അവർ പരിചയപ്പെടുത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അല്ലെ. നമുക്ക് അറിയുന്ന കാര്യമാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ. എന്തൊക്കെയാ, റബ്ബർ, കോഫി, ഓയിൽ പാം, കൊക്കോ, ഇതൊക്കെ അവിടെ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ് അല്ലെ. പിന്നെന്താ, അവരുടെ ഭൂമി പലപ്പോഴും നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്, ലാൻഡ് പലപ്പോഴും നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. ഇനി ടണ്ട്ര പ്രദേശം നോക്കുകയാണെങ്കിൽ അവിടെ എസ്കിമോകൾ അല്ലെ, നമ്മൾ ട്രൈബ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതിൽ തന്നെ എസ്കിമോകളുടെ ജീവിത രീതിയിൽ, ലൈഫ് സ്റ്റൈലിൽ കുറേ അധികം മാറ്റങ്ങൾ ഉണ്ടായി.
ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം എഴുതി വെക്കണം അല്ലെ. പിന്നെ അവർ എന്ത് ചെയ്തു, അവിടെ കുറെ വീടുകൾ, മോഡേൺ ഹൗസസ് കുറെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, മോഡേൺ ടൈപ്പിൽ. അതായത് അതിന്റെ സ്റ്റൈലൊക്കെ അവർ സാധാരണ എങ്ങനെയായിരുന്നു, ഇഗ്ലൂസിലായിരുന്നു താമസിച്ചത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഗ്ലൂസിലായിരുന്നു അവർ ഈ ശൈത്യകാലം വിന്റർ സീസൺ ആകുന്ന സമയത്ത് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വേനൽക്കാല സമയത്ത് അവർ ടെന്റ് കെട്ടിയിട്ട് ഈ മൃഗങ്ങളുടെ തോലൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെന്റ് കെട്ടിയിട്ടാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ മാറിയിട്ട് അവർ സെറ്റിൽഡ് ആയിട്ട് ഒരു മോഡേൺ ഹൗസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ട് അവർ ജീവിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെയാണ് കയാക്കുകൾ. നമ്മൾ പറഞ്ഞിരുന്നു കയാക്കുകൾ എന്ന് പറഞ്ഞൊരു ബോട്ട് അവരുടെ അടുത്തുണ്ടായിരുന്നു. അവർ ട്രഡീഷണൽ ആയിട്ടുള്ള ബോട്ടാണ്, പരമ്പരാഗതമായിട്ട് വന്നിട്ടുള്ള ബോട്ടാണ്. അത് ഇവരെന്ത് ചെയ്തു, അത് ഇവർ മാറ്റിക്കൊണ്ട് സ്പീഡ് ബോട്ടുകൾ അതിന് കൈയടക്കി. സ്പീഡ് ബോട്ടുകൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അതും യൂറോപ്പന്മാരുടെ വരവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെ, ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് അവിടെ എസ്കിമോസുകളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളുകൾ, അതായത് മോഡേൺ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്കൂളുകൾ കുറേയധികം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു വലിയ മാറ്റമായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ അവർ കൊമേഴ്ഷ്യലായിട്ട് അവർ മൃഗങ്ങളെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. അത് ആദ്യം ഇല്ലായിരുന്നു. അപ്പോൾ മൃഗങ്ങളെ വേട്ടയാടി ഇങ്ങനെ ഹണ്ട് ചെയ്തിട്ട് അവരിങ്ങനെ എന്താ പറയുക ഭക്ഷണമാക്കുക, അവരുടെ രോമം എടുത്തിട്ട് ക്ലോത്ത് ഉണ്ടാക്കുക, തുണി ഉണ്ടാക്കുക, മീൻസ് അവിടെ വസ്ത്രങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ യൂറോപ്യന്മാർ വന്നതിന് ശേഷം എന്തുണ്ടായി, അവർ വാണിജ്യപരമായിട്ട് കൊമേഴ്ഷ്യലായിട്ട് തന്നെ അവർ ഒരു ഫാമൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനെ വളർത്താൻ തുടങ്ങി. എന്നിട്ട് അതിന്റെ രോമങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, അതിന് വേണ്ടി നമ്മളെ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള രീതിയിലേക്ക് അവർ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ അവർ പോകാൻ തുടങ്ങി. ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടെ ഉണ്ട്, നമ്മുടെ മൈനിങ്, ഖനനം പോലുള്ള പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് ഈ സമയത്താണ് നടന്നിട്ടുണ്ടായിരുന്നത്. മൈനിങ് ഒക്കെ കൂടുതൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ട് ഇവിടുത്തെ ആൾക്കാർ. ഇതും യൂറോപ്പന്മാർ വന്നതിന് ശേഷമുള്ള മാറ്റമാണ്. അടുത്ത എന്താ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പെർമാഫ്രോസ്റ്റ് ഇൻ ദ തുന്ദ്ര റീജിയൻ ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് ഇറ്റ്സ് മെൽറ്റിംഗ് അല്ലെ. അപ്പോൾ അതൊരു ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ടണ്ട്ര പ്രദേശത്തെ പെർമാഫ്രോസ്റ്റിന്റെ പ്രാധാന്യവും അത് ഉരുകുന്നതിന്റെ അനന്തര ഫലങ്ങളും എന്ത് ചെയ്യാം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. എന്തൊക്കെ എഴുതാം, ഇപ്പൊ പെർമാഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഐസ് പാളികളെ കൊണ്ടാണ് പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ മെൽറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു പ്രശ്നമുള്ള കാര്യം. കാരണം അതെപ്പോഴും ഇങ്ങനെ തണുത്തുറഞ്ഞു കിടക്കുന്നതാണ് എപ്പോഴും പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ തണുത്തുറഞ്ഞു കിടക്കണം അല്ലെ, അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്. അപ്പൊ അത് ഉരുകുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് അത് എന്ത് ചെയ്യും, ഇക്കോ സിസ്റ്റത്തിന് അത് കോട്ടം തട്ടും അല്ലെ, അതൊരു പ്രശ്നമായിട്ട് മാറും അല്ലെ. അവിടുത്തെ റീജിയനിലെ ഒരു ഇക്കോ സിസ്റ്റം, ആവാസ വ്യവസ്ഥയെ അതൊരു പ്രശ്നമായിട്ട് ബാധിക്കും. ഇത് മാത്രമല്ല അവിടുത്തെ മണ്ണിടിച്ചില്ലേ, അവിടുത്തെ കുറേ പ്രശ്നങ്ങൾ, അവിടുത്തെ തണ്ണീർത്തടങ്ങൾ രൂപം കൊള്ളും, ഫോർമേഷൻ വെറ്റ്ലാൻഡുകൾ ഉണ്ടാവും അല്ലെ, വെറ്റ്ലാൻഡുകൾ അവിടെ ഫോം ചെയ്യും, തണ്ണീർത്തടങ്ങൾ രൂപം കൊള്ളും. അത് ജലത്തിന്റെ ഒഴുക്ക് പല രീതിയിലായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ജലം വന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്കാണ് പോവുക, സമുദ്രത്തിലേക്കാണ് പോവുക, സീയിലേക്കാണ് പോവുക. അത് ആരെ ബാധിക്കും, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട് മാലിദ്വീപിന്റെ കേസൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്താം ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് എഴുതാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ പെർമാഫ്രോസ്റ്റിൽ സംഭരിച്ചിട്ടുള്ള ചില ഹരിതഗൃഹവാതകങ്ങളുണ്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. ഇപ്പൊ മീഥേൻ പോലെയൊക്കെയുള്ള ഗ്യാസസ് അതെന്ത് ചെയ്യും, ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഫലമായിട്ട് പുറത്തേക്ക് വരുന്നതും നമ്മുടെ ഭൂമിയെ ബാധിക്കാറുണ്ട്. ഓക്കെ, അതും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്താം അവിടെ എഴുതി വെക്കാം. പിന്നെ ഇതെല്ലാം എന്ത് ചെയ്യും, നമ്മുടെ ആവാസ വ്യവസ്ഥ ഇക്കോസിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട്. അവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾ, ഇൻഡിജിനസ് എന്ന് പറയുമ്പോൾ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെയൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ കുറച്ചുകൂടി എന്താ പറയുക വർക്ക് ചെയ്യേണ്ട, എഫേർട്ട് ഇടേണ്ട കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. ഇത് അടിപൊളിയായിട്ട് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, അടിപൊളിയായിട്ട് പഠിക്കാം, നല്ലപോലെ വായിക്കാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.